ഹലോ മാനു അല്ലേ? ചങ്ങായിച്ച് എവിടെ പോയി കിടക്കുക? എവിടെ ചങ്ങായി ഇന്ന് എന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ? ആചാരാക്ക് എത്ര ദൂരത്തു നിന്നാണ് വണ്ടി ഓടിക്കാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇജ്ജ് എന്തൊക്കെ മനസ്സിലാക്കിക്കണ്ട്? ഇജ്ജ് ആ തന്തന്റെ മോളോടെ കൊടുന്നായിക്കണ്ട ആ പോക്കാണ്ട് പോയതല്ല മാനു. എന്താ വിചാരിച്ചിട്ടുണ്ട്? ഏത് ഹോസ്പിറ്റലിന്ന്? ഏത് ഹോസ്പിറ്റലിൽ എത്തിക്കൂടെ ഞങ്ങളെ കൂടെ അങ്ങോട്ട് വരുന്നാലേ? അനക്കും വേണ്ടിയിട്ട് ഇവിടെ ആചാരാക്ക് എത്ര കിലോമീറ്ററുകളോളം ദൂരത്തുനിന്ന് വണ്ടി ഓടിക്കാണ്ട് വന്നിക്കാണ്ട് ഇജ്ജ് എവിടെ പോയി കിടക്കണ്ട? ഇജ്ജ് ആ പെണ്ണിനെ ആ ഗേറ്റിങ്ങളെ കൊടുന്നാക്കിയാണ് പോയതല്ല, ആ പോക്കാണ് പോയതല്ല. ഇജ്ജ് ഇങ്ങോട്ട് വാ, ഇന്ന് വരണച്ച്. എപ്പോഴാ വരച്ച്? ആചാരാക്ക മാനു വരും തോന്നില്ല കേട്ടോ. ഓനേതോ ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞത്. ഞാൻ പോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാണ് ഇപ്പൊ. അല്ല ആചാര്യൊക്കെ എന്താണ് പ്രശ്നം? എനിക്കിതൊന്നും അറിയില്ല. നിങ്ങളിപ്പോ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയണത്. കാരണം ഇവിടുന്ന് അന്ന് നിക്കാതെ കഴിഞ്ഞ് പോയി, വേറെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. മൂപ്പരനോട് വന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ആ കുട്ടിന്റെ പണ്ടം ഫുള്ള് ഓൻ വിറ്റിക്കണം. പിന്നെ ഓനാ കുട്ടിനെ നോക്കണില്ല ഇരിക്കണില്ല. ഓന്റെ ഇഷ്ടണ്ടാവും, വരെ ഇഷ്ടണ്ടാവും, പോവാ, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. പിന്നെന്ന് പറഞ്ഞാല് അയാൾ എന്നും പെരൊന്ന് കണ്ട് കരഞ്ഞുകാണ്ട് പറയാം അതായത് ഇങ്ങനെയുള്ള പ്രശ്നം അത് തീരുമാനിച്ചില്ലാണ്ട് കണ്ട്. അപ്പൊ അതിനൊരു തീരുമാനം നമ്മൾ ഉണ്ടായി കൊടുക്കുന്നത് അതാണ് നമ്മളെ ആവശ്യം. അതിനാണ് ഞാൻ കണ്ട് പോയിട്ടുള്ളത്. ഒരു 10-20 പവന്റെ പണ്ട് സ്വർണം കൊടുത്തിരുന്നല്ലോ ആ കുട്ടിക്ക്. അതൊക്കെ ഇപ്പൊ എന്താ ചെയ്തിരുന്നു? അതൊക്കെ വിറ്റുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. മൂപ്പരനോട് ആ ഫുള്ള് വിറ്റോ പുട്ടടിച്ചു എന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ സാധ്യത എന്നും വന്ന് തരുമെന്ന് കാര്യമാണ്. ഇപ്പൊ തീരുമാനം ഉണ്ടായി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം പറയുന്നില്ല. അത് ഞങ്ങളുടെ പോകുന്നത് തീരുമാനം ഉണ്ടാക്കാനല്ല നമുക്ക്. ഇപ്പൊ ഒന്നും കണ്ട് നമ്മളെ മാലിന്യപ്പെട്ട ആൾക്കാരെ ഇപ്പൊ നമുക്ക് അതിന് തീരുമാനം കൊടുക്കാൻ ബാധ്യതക്കാരാണ് നമ്മള്. അത് ചെയ്തു കൊടുക്കണം. മൂപ്പരന് വരാന്ന് പറഞ്ഞിരുന്നു. അസിസാജിയാ നമുക്കതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കേട്ടാ. അയാളോട് വിളിച്ചോളി. ആരാണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആലമുട്ടിയാക്കല്ലേ വരണേ? ആലിയമുട്ടിയൊക്കെ എന്താ ഇപ്പൊ ഉണ്ടായത്? കാതരാജ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഒന്ന് പറയൂ, വിശദമായിട്ട് പറഞ്ഞാണെങ്കിലേ എന്നാലപ്പോ നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യാം? ഈ മാനുവിനെ കൊണ്ടേ ഞാനിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം വെച്ചാല് വലിയ ഇരിക്കൂര് വരെ ഇപ്പൊ പണയത്തിലായ സ്ഥിതിക്കാണ്. ഞാൻ എങ്ങനെ നാട്ടുകാർ സഹായം കൊണ്ടാണ് പിന്നെ 10-20 പണ്ടുണ്ടായത്. അത് ആ ഉള്ളിടത്തോളം കടം വാങ്ങിയിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ആ 20 പവൻ പണ്ടും ഇപ്പോൾ പണയത്തിലാണ്. ഓനത്തെ പരീക്കാണ് നേരത്തിന് തിന്നാൻ വരെ കിട്ടണില്ല കുട്ടികൾക്ക്. ഓൻ കിട്ടുന്ന വെള്ളം കഞ്ചാവായിട്ട് നടക്കാന്നാണ് ഓൾ പറഞ്ഞത്. പിന്നെ അത് തീറ്റും കൂടി ഇല്ലാത്ത മാത്രമല്ല എന്നും തല്ലും മുത്താണ് പെരയിൽ നടക്കേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എൻ്റെ നാക്കാലി അവസ്ഥയും കൂടി ആയിട്ടാണ് ഞാനിപ്പോൾ കാര്യമില്ല ചെലവ് കഴിഞ്ഞ് ഇങ്ങനെ പോയിരുന്നത്. ആ നാക്കാലികൾ വരെ വിറ്റിട്ടാണ് ഇപ്പോൾ ഈ പണ്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാഴ്ചയൊക്കെ കുടിച്ചാൻ വരാൻ നമ്മുടെ അടുത്ത് പകലില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനിത്. ഇരിക്കൊക്കെ ഒരു ഇപ്പോൾ ജപ്തിയാന്ന് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഓനാണ് ഇപ്പോൾ ഓളവിടെ ഗേറ്റിങ് കൊടുന്നായിക്കൊണ്ടാണ് ഓൻ പോയത്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാണ് അവസ്ഥ. കാക്ക നമ്മൾ അന്ന് 20 പവന്റെ പണ്ടാണ് അന്ന് സഭയിൽ വെച്ച് പറഞ്ഞത് അവൾക്ക്. അത് പണ്ടൊക്കെ അപ്പോൾ അവളെ കയ്യിലുണ്ടോ അതോ എന്തായി? ഓളെ ആ പണ്ടൊക്കെ ആദ്യം വിറ്റ് കളിച്ചകളില്ലേ, അവര് ഓളെ കളത്തിലൊരു നൂല് പോലും ഇല്ല. അന്നെന്താ പറഞ്ഞ പൈസ നമ്മളാണ് ആവശ്യപ്പെട്ടിന്ന് പറഞ്ഞേ? 50,000 റുപ്യ വേണമെന്ന് പറഞ്ഞേക്കണേ. ഇതിനൊക്കെ പറഞ്ഞേ അത് 50,000 കൊടുത്തില്ലെങ്കിൽ ഓ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞു സർവീസിന് പഠിപ്പിക്കണേ നമ്മളെ. ഇത് ആർക്കും അതിൻ്റെ അടുത്ത് എടുക്കാനില്ല. കാഴ്ചയൊക്കെ വേറെ പൈസ ഇല്ലാതെ ഞാൻ നടക്കേണ്ടിപ്പോ. ഓ എവിടുന്ന 50,000 എടുത്ത് കൊടുക്കണവർക്ക് കൊണ്ടാതന്നെ നശിപ്പിച്ചില്ലേ? എന്തെങ്കിലും മുതല് വാങ്ങിയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം കിട്ടിയിരുന്നത് അതുമില്ലല്ലോ. ആദ്യം നിങ്ങളൊക്കെ കൂടിയാണ് നടത്തി തന്നിട്ടത്. നിങ്ങൾ തന്നെ തീരുമാനം ഉണ്ടാക്കി തരണം. എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ആര്യമ്മക്ക ഞാൻ കാതരാജ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അതിനൊരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, വിഷമിക്കും വേണ്ട. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.